ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലുലുത്തെ ഒരു ചെറിയൊരു പർച്ചേസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ലുലുവിൽ വെറുതെ ഒന്ന് കാണാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. വെറുതെ കാണാൻ ഇറങ്ങിയാണെങ്കിലും അവിടെ എത്തുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ വേണ്ടതും അല്ലാത്തതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്ത് വരാറുള്ളൂ. ഹൈപ്പറിന് മുന്നിലെത്തി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങുള്ളൂ. അങ്ങനെ പോയപ്പോൾ മാംഗോ ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ. അപ്പോൾ പോയത് എന്തായാലും നന്നായെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി പറ്റി. നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പലതരം വെറൈറ്റി മാങ്ങകളും ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം മാംഗോ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പലതരം വെറൈറ്റി കേക്കുകളും മാംഗോൻ്റെ കേക്കുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സായിക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്നല്ല അവൻ്റെ നോട്ടം. അവനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഇതിന് മുന്നേ ചോക്ലേറ്റ് ഫെസ്റ്റിൻ്റെ അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അതും ലക്ഷ്യം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഗാലക്സി, അതാണ് അവൻ ആദ്യം എടുക്കുന്ന ഒരു ചോക്ലേറ്റ്. അപ്പോൾ അതും ലക്ഷ്യം വെച്ചിട്ടാണ് അവൻ നടക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറയാണ്, പിന്നെ അവിടുന്ന് മെയിനായിട്ട് വാങ്ങാന്ന് പറഞ്ഞാൽ അച്ചാറുകളാണ് കേട്ടോ. എല്ലാ തരം അച്ചാറുകളും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ മെയിനായിട്ട് വാങ്ങുന്നത് ഡേറ്റ്സിൻ്റെ അച്ചാറും ഗാർലിക്കിൻ്റെ അച്ചാറുമാണ് എടുത്തത് കേട്ടോ. പിന്നെ ഒക്കെ ബില്ല് ചെയ്യാൻ നേരത്താണ് പിന്നെ ഓർത്തത് വെജിറ്റബിൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ക്യാപ്സിക്കം അതൊക്കെ കണ്ടപ്പോൾ മഞ്ഞയും ചുവപ്പും പച്ചയൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം കണ്ടാൽ പിന്നെ ഇക്ക വിടൂല കേട്ടോ. ഇത് വാങ്ങിയിട്ട് ഇക്ക അവിടുന്ന് പോരുള്ളൂ. അങ്ങനെ അതൊരു പീസ് എടുത്തു. പിന്നെ കുട്ടികൾക്ക് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയപ്പോൾ ഓരോ റോള് മാത്രം എടുത്തു, ബുക്ക് എടുത്തില്ല. അങ്ങനെ ചെറിയൊരു പർച്ചേസൊക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങാം കേട്ടോ. പിന്നെ അതാ സായിക്ക് ഏറ്റവും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.